കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 2 ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. ഇംഗ്ലീഷ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ? ആർ യു റെഡി? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്ടിവിറ്റി 1, ലിസൺ, ഡ്രോ ആൻഡ് കളർ. ലിസൺ ടു യുവർ ടീച്ചർ കെയർഫുള്ളി, ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എന്തായിരുന്നു ടീച്ചർ വായിച്ചിട്ടുണ്ടായിരുന്നത്? ഡു യു സീ എനി എംപ്റ്റി ബോക്സ് ദെയർ? ഇവിടെ ഏതെങ്കിലും ഒരു എംപ്റ്റി ബോക്സ് കാണുന്നുണ്ടോ? ഡ്രോ 3 മാംഗോസ് ഇൻ ദ എംപ്റ്റി ബോക്സ്. ആ 3 മാങ്ങകൾ എന്ത് ചെയ്യുക? ഈ എംപ്റ്റി ബോക്സിൽ വരയ്ക്കുക. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ടീച്ചർ വായിച്ചു തരുന്നതാണ്. 3 മാങ്ങകൾ എന്ത് ചെയ്യുക? ഈ എംപ്റ്റി ബോക്സിൽ വരയ്ക്കുക. എന്നിട്ട് എന്താ? അത് വരയ്ക്കുകയും വേണം, കളർ ചെയ്യുകയും വേണം. 3 മാംഗോസ്, ഗ്രീൻ മാംഗോസ് ആണ്, അപ്പോൾ ഗ്രീൻ കളർ മാംഗോസിന് നൽകണം. നെക്സ്റ്റ് എന്തായിരുന്നു? സം ക്യാരറ്റ്സ് ആർ ദെയർ. കുറച്ച് ക്യാരറ്റ്സ് ഇരിപ്പുണ്ട്, കണ്ടല്ലോ. പല സ്ഥലങ്ങളിൽ ക്യാരറ്റ്സ് ഇരിപ്പുണ്ട്. ഇവിടെയുണ്ട്, 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 കണ്ടല്ലോ, ഇവിടെയുണ്ട്. സം ക്യാരറ്റ്സ് ആർ ദെയർ, റൈറ്റ്? ശരിയല്ലേ? കളർ ദ ക്യാരറ്റ്സ് ഓറഞ്ച്. ആ ക്യാരറ്റ്സിന് ഓറഞ്ച് കളർ കൊടുക്കാനായിരുന്നു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേർ ഈസ് ബ്രൂണോ സ്റ്റാൻഡിങ്? ബ്രൂണോ എവിടെയാണ് നിൽക്കുന്നേ? എന്തിനു മുകളില? പംകിൻ അല്ലേ? ഡ്രാ 1 more pumpkin near it. ഇതിനടുത്ത് ഒരു പംകിൻ കൂടി വരയ്ക്കുക. ബ്രൂണോ സ്കാറ്റേർഡ് ദ ടൊമാറ്റോസ് there, right? അതിൻ്റെ വലതുവശത്ത് എന്ത് ചെയ്തു? ഡ്രോ സം ടൊമാറ്റോസ് ഓൺ ദ ഫ്ലോർ. നമ്മുടെ ബ്രൂണോ ടൊമാറ്റോസ് എല്ലാം തള്ളിയിട്ടു, ചിതറിപ്പോയി. ആ തറയിൽ ടൊമാറ്റോസ് ചിതറി കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യുക? ഫ്ലോറിൽ, തറയിൽ ടൊമാറ്റോസ് ചിതറി കിടക്കുന്നതായിട്ട് വരയ്ക്കുക. നൗ കളർ ദ പിക്ചർ ബ്യൂട്ടിഫുള്ളി. എന്നിട്ട് ഈ പിക്ചർ മുഴുവനും, പംകിൻ, 2 പംകിൻ ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, ബ്രൂണോ ഉണ്ട്, ഇവിടെ ഷോപ്പുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുക? നല്ലതുപോലെ കളർ ചെയ്യുക. ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. സെക്കൻഡ് വൺ ഡിസ്ക്രിപ്ഷൻ ആണ്. വെരി ഈസിയാണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? വെജിറ്റബിൾ ഷോപ്പ് കാണുന്നുണ്ട്. വെജിറ്റബിൾ ഷോപ്പിനടുത്തൊരു പാർക്ക് കാണുന്നുണ്ട്. ബലൂൺ മാൻ എന്ത് ചെയ്യുന്നു? ബലൂണുകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇതാ ഇവിടെ ഒരു ഫിഷർ സെല്ലർ ഉണ്ട്. ഫിഷ് സെല്ലർ ഫിഷ് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ബ്രൂണോ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നു. ഇതൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്. ഇനി നോക്കാം, ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്യാം. എ പാർക്ക് ഈസ് നിയർ ദ. പാർക്ക് എവിടെയാണ്? നിയർ ദ എന്തിനടുത്താണ്? വെജിറ്റബിൾ ഷോപ്പ്. പാർക്ക് ഈസ് നിയർ ദ വെജിറ്റബിൾ ഷോപ്പ്. ബ്രൂണോ ഈസ് ഡാഷ് ഇൻ ദ സ്ട്രീറ്റ്. ബ്രൂണോ സ്ട്രീറ്റിലൂടെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു അല്ലേ? ബ്രൂണോ ഈസ് വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ്, അല്ലെങ്കിൽ റണ്ണിങ് ഇൻ ദ സ്ട്രീറ്റ് എന്ന് എഴുതിയാൽ ശരിയാണ് കേട്ടോ. ബ്രൂണോ ഈസ് വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ്. ഡാഷ് ആർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലേക്ക് പൊങ്ങിയും താണും കളിക്കുന്നത് എന്താണ്? ബലൂൺസ്. എന്താ? ബലൂൺസ്. ബലൂൺസ് ആർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ. There are so many dash in the vegetable shop. വെജിറ്റബിൾ ഷോപ്പിൽ നിറയെ എന്തുണ്ട്? വെജിറ്റബിൾസ്. There are so many vegetables in the vegetable shop. ഡാഷ് ഈസ് സെല്ലിംഗ് ദ ഫിഷ്. ആരാണ് ഫിഷ് സെല്ല് ചെയ്യുന്നത്? ഫിഷ് സെല്ലറാണ്. ആരാണ്? ഫിഷ് സെല്ലറാണ്. ഇതായിരുന്നു ഡിസ്ക്രിപ്ഷൻ. ആക്ടിവിറ്റി 3 ക്രോസ് വേർഡ് പസിലാണ്. അക്രോസ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡൗൺ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 1 അക്രോസ് ആൻസർ നൽകിയിട്ടുണ്ട്. ഐ ആം എ ബേർഡ്, ഐ ക്യാൻ ഡാൻസ്. ആരാണ്? പീകോക്ക്. സെക്കൻഡ് വൺ, ഐ ആം എ ബേർഡ്, ഐ ഗീവ് എഗ്സ് ടു യു. ഞാനൊരു പക്ഷിയാണ്, ഞാൻ നിങ്ങൾക്ക് മുട്ട തരും. ആരാ? ഹെൻ. HEN. എച്ചും എന്നും എഴുതിയാൽ മതിയായിരുന്നു. ഈ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൻ. 6th അക്രോസ്, ഐ ആം യുവർ പെറ്റ്. ഞാൻ നിങ്ങളുടെ ഓമന മൃഗമാണ്. ഐ ആം ആൻ ആനിമൽ. ഞാനൊരു അനിമലാണ്. അപ്പോൾ പെറ്റ് അനിമൽ എന്ന് പറയുന്നത് ക്യാറ്റ് ആണ്, കൗ അല്ല. കൗ ഡൊമസ്റ്റിക് അനിമൽ ആണ്. ക്യാറ്റ് ആണ് പെറ്റ് അനിമൽ. 6 അക്രോസ്, CAT, ക്യാറ്റ്. ഇനി ഡൗൺ നോക്കാം. 3 ഡൗൺ.
ഐ ഹാവ് സ്ട്രോങ് ബീക്ക്, എനിക്ക് ശക്തിയേറിയ ചുണ്ടുകളുണ്ട്. ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഞാൻ ഉയരത്തിൽ പറക്കും. എന്താണ് 3 താഴോട്ടേക്ക്? ഈഗിൾ, EAG, ഇവിടെ എന്ത് കൊടുത്താൽ മതി? L കൂടി കൊടുത്താൽ മതി, ഈഗിൾ. ഓക്കെ. 4 ഡൗൺ, ഐ ഹാവ് ലാർജ് ഐസ്, എനിക്ക് വലിയ കണ്ണുകളുണ്ട്. ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്, എനിക്ക് രാത്രിയാണ് കാണാൻ കഴിയുന്നത്. 4 ഡൗൺ. എന്താണ്? OWL, owl. 5th one, ഐ ഹാവ് ലോങ് ലെഗ്സ്, എനിക്ക് നീളമുള്ള കാലുകളുണ്ട്. ഐ ക്യാച്ച് ഫിഷ്, ഞാൻ മീൻ പിടിക്കാറുണ്ട്. ആരാ? ഏത് പക്ഷിയാ? ക്രെയിൻ, CRANE, ക്രെയിൻ, കൊക്ക്. ഓക്കെ. ഇതായിരുന്നു ആക്ടിവിറ്റി 3, ക്രോസ് വേർഡ് പസിൽ. ആക്ടിവിറ്റി 4 എന്തായിരുന്നു? കോൺവെർസേഷൻ ആയിരുന്നു. സച്ചിൻ മെറ്റ് എ പോലീസ്മാൻ ഓൺ ദ റോഡ്. സച്ചിൻ ബ്രൂണോ അന്വേഷിച്ച് നടക്കുകയാണ്. പോലീസ്മാനെ കണ്ടു. പോകുന്ന വഴിക്ക് പോലീസ്മാനെ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് പോലീസ്മാൻ. സച്ചിനും പോലീസ്മാനും ഉള്ള കോൺവെർസേഷൻ. സച്ചിൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എൻ്റെ പപ്പിയെ കണ്ടോ? ഡിഡ് യു സീ മൈ പപ്പി? ഡിഡ് യു സീ മൈ പപ്പി? അപ്പോൾ പോലീസ് എന്ത് പറഞ്ഞു? യെസ് ഐ സാ, അതെ ഞാൻ കണ്ടു. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചു? എവിടെയാ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? വേർ ഡിഡ് യു സീ മൈ പപ്പി? എവിടെയാ പപ്പിയെ കണ്ടേ? കാരണം പോലീസ് എന്താ ഉത്തരം പറയുന്നേ? ഐ സാ ഹിം ഇൻ ദ സ്ട്രീറ്റ്, ഞാൻ അവനെ സ്ട്രീറ്റിലാണ് കണ്ടത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വേർ ഡിഡ് യു സീ മൈ പപ്പി? എവിടെയാണ് എൻ്റെ പപ്പിയെ കണ്ടത്? ഐ സോ ഹിം ഇൻ ദ സ്ട്രീറ്റ്, ഞാൻ അവനെ കണ്ടത് സ്ട്രീറ്റിലാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, വേർ ഡിഡ് ഹി ഗോ? അവൻ എങ്ങോട്ടായിരിക്കും പോയത്? അവൻ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ എന്തായിരിക്കും പോലീസ്മാൻ പറഞ്ഞത്? അവൻ പാർക്കിന് നേരെ, ടുവേർഡ്സ് ദ പാർക്ക് എന്നാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക? ഹി റാൻ ടുവേർഡ്സ് ദ പാർക്ക്, അവൻ പാർക്കിന് നേരെ ഓടി. ഓക്കെ. 5th, read and write. Read the story and answer the questions given below. The peacock and the cuckoo were good friends. One day, the peacock was dancing and the cuckoo was singing. പീക്കോക്കും കുക്കുവും, ഇതിന് പീക്കോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ, കുക്കു എന്ന് പറഞ്ഞാൽ കുയിൽ, രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദ പീക്കോക്ക് വാസ് ഡാൻസിങ്, പീക്കോക്ക് ഡാൻസ് ചെയ്തു. ആൻഡ് ദ കുക്കു വാസ് സിംഗിങ്, കുയിൽ പാട്ട് പാടി. എ റാബിറ്റ് കെയിം ദേർ, ഒരു റാബിറ്റ് അവിടെ വന്നു. ഹി ടോൾ കുക്കു, അവൻ കുക്കുവിനോട് പറഞ്ഞു, ദ പീക്കോക്സ് ഡാൻസ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യുവർ സോങ്, നിന്റെ പാട്ടിനെക്കാളും പീക്കോക്കിന്റെ ഡാൻസ് കൊള്ളാമെന്ന് റാബിറ്റ് പറഞ്ഞു. ദ പീക്കോക്ക് ആസ്ക്ഡ് ദ റാബിറ്റ്, പീക്കോക്ക് റാബിറ്റിനോട് ചോദിച്ചു, ക്യാൻ യു സിംഗ് ഓർ ഡാൻസ്, നീ ഡാൻസ് ചെയ്യോ പാടുകയോ ചെയ്യോ എന്ന് പീക്കോക്ക് റാബിറ്റിനോട് ചോദിച്ചു. റാബിറ്റ് സെഡ്, നോ ബട്ട് ഐ ക്യാൻ റൺ ഫാസ്റ്റ്, ഇല്ല പക്ഷേ ഞാൻ വേഗത്തിൽ ഓടും. കുക്കു ലാഫ്ഡ് ആൻഡ് സെഡ്, കുക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോ എവരി വൺ ഹാസ് ദെയർ ഓൺ അബിലിറ്റീസ്, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ. ഹു ആർ ദ ഗുഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ഗുഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി? സ്റ്റോറിയിൽ ഗുഡ് ഫ്രണ്ട്സ് ആരായിരുന്നു? ദ പീകോക്ക് ആൻഡ് ദ കുക്കു, പീകോക്കും കുക്കും. ഹു ഈസ് ദ ഡാൻസർ ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ ഡാൻസർ ആരായിരുന്നു? ബി, പീകോക്ക് ആയിരുന്നു. ഹു സിങ്സ് ബ്യൂട്ടിഫുള്ളി? ആരാണ് മനോഹരമായി പാടിയത്? ദ കുക്കു, കുയിലാണ് മനോഹരമായി പാടിയത്. ഐ ലൈക്ക് ദ പീകോക്സ് ഡാൻസ് സെഡ്, ഐ ലൈക്ക് ദ പീകോക്സ് ഡാൻസ്, എനിക്ക് പീകോക്കിന്റെ ഡാൻസ് ആണ് ഇഷ്ടമായത് എന്ന് ആരാ പറഞ്ഞേ? റാബിറ്റ്, ദ റാബിറ്റ് ആണ് പറഞ്ഞത്. എവരി വൺ ഹാസ് ദെയർ ഓൺ എബിലിറ്റീസ്. ഹു സെഡ് ദിസ്? ഇത് ആരാ പറഞ്ഞ? എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാ? ദ കുക്കു, കുയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ ചിൽഡ്രൻ, എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ. ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.